മലബാർ ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടി വിനോദിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുന്നു. പൊയിൽക്കാവ്, കോതമംഗലം ക്ഷേത്രങ്ങളിൽ വഴിപാടായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങളുടെ കണക്കുകൾ കൈമാറിയില്ല എന്ന് കാട്ടി ദേവസ്വം ബോർഡ് പോലീസിൽ പരാതി നൽകി. 2 വർഷത്തിനിടയിൽ പല തവണ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടും പുതിയ ഓഫീസർക്ക് ചാർജ് കൈമാറിയില്ല എന്നും സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്ക് അറിയിച്ചില്ല എന്നും പരാതിയിലുണ്ട്. മണക്കുളങ്ങര, ബാലുശ്ശേരി ക്ഷേത്രങ്ങളിലും വിനോദിനെതിരെ പരാതി ഉയർന്നിരുന്നു. നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ട് അമ്പലത്തിലെ സ്വർണത്തിൻ്റെ ഉരുപ്പടികളുടെ സ്വർണം മറ്റു ഉരുപ്പടികളുടെയും ചാർജ് കൈമാറിയിട്ടില്ല എന്നുള്ളതിന് നമ്മൾ അവിടെ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. അത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് പ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ദേവസ്വം ബോർഡിന് ക്ഷേത്ര ഭാരവാഹികൾ രേഖാമൂലം പരാതി നൽകിയിട്ടും പോലീസിലേക്ക് കൈമാറാൻ വൈകിയെന്ന് BJP ആരോപിക്കുന്നു. സ്വർണ്ണങ്ങൾ അതോടൊപ്പം തന്നെ വെള്ളി ഉൾപ്പെടെയുള്ള വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ട് ട്രസ്റ്റിമാർ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനടുത്ത് പരാതിയായിട്ട് നൽകിയിട്ടും ഇത് കേസായിട്ട് പോലീസിലേക്ക് നൽകാൻ വേണ്ടിയിട്ടൊന്നും ദേവസ്വം ബോർഡ് തയ്യാറാവുന്നില്ല എന്നുള്ളത് ദേവസ്വം ബോർഡും ഇതിനു വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മുടെ വിനോദ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹം വർക്ക് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വിശദമായിട്ടുള്ള ആവശ്യമായിട്ടുണ്ട്. ഇതിനിടെ മലബാർ ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും വ്യാപകമായ പരാതികൾ ഉയർന്നിരിക്കുന്നു. 1-ലധികം ക്ഷേത്രങ്ങളുടെ ചുമതലയുള്ള ഓഫീസർമാർ ക്ഷേത്രങ്ങളിൽ എത്തുന്നില്ല എന്നാണ് പരാതി. ഓഫീസർമാരുടെ ഹാജർ ദേവസ്വം ബോർഡും പരിശോധിക്കുന്നില്ല എന്നാണ് ആരോപണം. റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയുടെ വിശദാംശങ്ങളുമായി സിനോജ് തോമസും VS രഞ്ജിത്തും ഉണ്ട്. ആദ്യം VS രഞ്ജിത്തിലേക്കാണ്. VS രഞ്ജിത്ത്, ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ കുറിച്ച് വ്യാപകമായ പരാതിയുണ്ട്. പ്രത്യേകിച്ച് ഈ വിനോദിനെതിരെ നേരത്തെ തന്നെ പരാതി ഉയർന്നു. ഇപ്പോൾ കൂടുതൽ പരാതികൾ വന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ സ്വർണത്തിന്റെ കണക്ക് നൽകിയില്ല എന്നത് മാത്രമാണോ? അദ്ദേഹം ഇപ്പോൾ വിരമിച്ചിരിക്കുന്നു. സ്വർണം എടുത്തുകൊണ്ടുപോയി തിരിച്ചു വച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അറിയാനാകുന്നത്? എത്രത്തോളം സ്വർണം നഷ്ടമായി, അവിടെ ഉണ്ടായിരുന്നത് മാറ്റിയത് എത്രത്തോളമാണെന്നതിന്റെ കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ? സ്മൃതി, കോഴിക്കോട് ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണം മോഷണം പോയതുമായി സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിച്ചപ്പോഴാണ് ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ പങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു പ്രത്യേകത, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കാണ് കൂടുതൽ പങ്ക് ഈ ക്ഷേത്ര ഭരണത്തിലുണ്ടായിരിക്കുക. മലബാർ ദേവസ്വം ബോർഡിന് നേരിട്ട് ഇതിൽ മറ്റൊന്നും ചെയ്യാനില്ല. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ക്ഷേത്രം ട്രസ്റ്റുമാരും ചേർന്നാണ് ക്ഷേത്രം ഭരിക്കുക. അതുകൊണ്ട് തന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് അമിതാധികാരമുണ്ട്. ഇവരുടെ ഹാജർ നില പോലും പരിശോധിക്കാൻ ഈ ദേവസ്വം ബോർഡിന് ഒരു തരത്തിലുമുള്ള സംവിധാനങ്ങളില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് 4, 5, 6 ക്ഷേത്രങ്ങളുടെ ചുമതലയുണ്ടാവും. ഇതിൽ ഏത് ക്ഷേത്രത്തിലാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കുക, ഏത് ക്ഷേത്രത്തിലാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഹാജരായിരിക്കുക എന്നുള്ള കാര്യം മലബാർ ദേവസ്വം ബോർഡിന് പരിശോധിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഇല്ല. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വീട്ടിലിരുന്ന് ഭരണം നടത്തിയാലും ഇനി ക്ഷേത്രങ്ങളിൽ പോവാതിരുന്നാലും അതിനെക്കുറിച്ചൊന്നും നിയന്ത്രിക്കാൻ മലബാർ ദേവസ്വം ബോർഡിന് ഇപ്പോൾ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ അമിതാധികാര പ്രയോഗം ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് ഉള്ളത് കൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള പരാതികളുള്ളത്. ഈ കോട്ട ക്ഷേത്രത്തിൽ ഉയർന്ന ടി വിനോദ് കുമാറിനെതിരെ ധാരാളം പരാതികളുണ്ട്. അതാണ് സിനോയിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കെതിരെ പരാതി ഉയരാനുള്ള കാരണം ഇവർക്ക് മേൽ മലബാർ ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് ഒരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ്. ഒരു കാര്യമുള്ളത്, ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് തന്നെ കുസാറ്റിൽ ലോ എക്സാമിനേഷൻ പാസ്സായി എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ മറ്റൊരു കോളേജിൽ കുസാറ്റിലെ ഒരു ലോ പഠനം പൂർത്തിയാക്കി എന്നുള്ള കഥകൾ പോലും പുറത്തു വരുന്നുണ്ട്. ചട്ടവിരുദ്ധമായുള്ള കാര്യങ്ങൾ നടക്കുന്നു. സിനോജ് തോമസിലേക്ക്. സിനോജ്, ഇപ്പോൾ വിനോദിനെതിരെ എത്ര പരാതികൾ നിലവിൽ വന്നിരിക്കുന്നു? BJP പറയുന്ന അനുസരിച്ചാണെങ്കിൽ പോലീസിൽ പരാതിപ്പെടാൻ മടിക്കുകയാണ്. പോലീസിൽ പരാതി വന്നിട്ടില്ല എന്നാണോ? സ്മൃതി, അതായത് മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് ആദ്യം പരാതി ഉയരുന്നത്. അവിടെ വിനോദൻ ആ സ്വർണം വഴിപാടായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ തിരിച്ചു നൽകിക്കൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. അതും 1 വർഷത്തിലധികം പരാതി നൽകിയ ശേഷമാണ് വിനോദൻ അത് തിരികെ നൽകാൻ തയ്യാറായത്. ഇന്നലെ നമ്മൾ ബാലുശ്ശേരിയിൽ കണ്ടതാണ്
കോട്ട ക്ഷേത്രത്തിലും സമാന രീതിയിൽ ഈ വിനോദൻ അവിടുത്തെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു നൽകില്ല. 20 പവനോളം സ്വർണ്ണമാണ് നൽകാനുള്ളത്. ഇന്നലെ കൊണ്ടുവരാനായിരുന്നു നിർദ്ദേശം, പക്ഷേ എത്തിയില്ല. BJP പ്രതിഷേധിക്കുന്ന. ഒടുവിൽ മലബാർ ദേവസ്വം ബോർഡ് ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് നമ്മൾ അന്വേഷണം നടത്തിയത്. ഈ TT വിനോദൻ ഇതിനു മുൻപ് ജോലി ചെയ്തിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ നമ്മൾ അന്വേഷിച്ചു. അങ്ങനെയാണ് കോയിൽക്കാവ് ക്ഷേത്രത്തിലും കൊയിലാണ്ടി കോതമംഗലം ക്ഷേത്രത്തിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. 2023 ഡിസംബർ മാസം 12-ാം തീയതിയാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് പിഷാരക്കാവ് ക്ഷേത്രത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്. പക്ഷേ നാളെ ഇതുവരെയായിട്ടും 2 വർഷമാകാൻ വേണ്ടി പോകുന്നു. ഇതുവരെയായിട്ട് ആ ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെയോ വെള്ളിയുടെ കണക്കുകളോ ഒന്നും തന്നെ അദ്ദേഹം ബോധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും അവിടെ പിന്നീട് വന്ന എക്സിക്യൂട്ടീവ് ഓഫീസറും രേഖാമൂലം ദേവസ്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. എന്നിട്ട് കൂടി ദേവസ്വം ബോർഡ് ഈ കാലങ്ങളായി പരാതി നൽകാൻ മടിക്കുകയായിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് ദേവസ്വം ബോർഡ് കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകാൻ വേണ്ടി തയ്യാറായത്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലും നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും 3 അവസരങ്ങൾ TT വിനോദിന് ദേവസ്വം ബോർഡ് നൽകിയിരുന്നു. ഈ സ്വർണ്ണാഭരണങ്ങൾ സഹകരണ ബാങ്കിന്റെ ലോക്കറിലാണ് ഇരിക്കുന്നത്. അത് എടുത്തുകൊണ്ടുവന്ന് കണക്ക് ബോധ്യപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും അദ്ദേഹം പാലിച്ചില്ല. എന്നിട്ട് കൂടി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായില്ല എന്നാണ് BJP. രഞ്ജിത്ത് എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. മലബാർ ദേവസ്വത്തിലും വ്യാപകമായ പരാതികൾ ഉയരുകയാണ്.